നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലുള്ള ഷവോമി എക്സ്ക്ലൂസീവ് ഷോറൂമിൻ്റെ മുന്നിലാണ്. ലോഞ്ച് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സെയിൽ കഴിഞ്ഞ ദിവസം കമ്പനിയായിട്ട് ലോഞ്ച് ചെയ്തു. എല്ലാ നാഷണൽ വൈഡിൽ എല്ലാ മീ സ്റ്റോറുകളിലും ആണ് ആദ്യത്തെ സെയിലുകൾ നടക്കുന്നത്. അത് ഇന്നാണ് സെയിലുകൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ആഘോഷം നടക്കുന്നത്. അതിന് ഇന്ന് പുതിയ കസ്റ്റമേഴ്സിനും കൂടെ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതിന്റെ ഒരു സന്തോഷമായിട്ടാണ് നമ്മൾ കേക്ക് കൊടുത്തത്. ഇതിൽ വന്ന് പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സരത്തിനോടും എല്ലാവരോടും പ്രജോ സാറ്, സുനീഷ്, ഡിസ്ട്രിബ്യൂഷൻ ടീം, പ്രത്യേകിച്ച് നിങ്ങള് പിന്നെ നൗഫിനെ ഇൻബിൽഡ് ആയിട്ട് ഒരു കേസും അതേപോലെ തന്നെ യൂസർ മാനുവലും സിം എജക്ടർ ടൂളുമാണ് വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു USB-C കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 33 വാട്ടിൻ്റെ ചാർജറും കൂടെയാണ് ബോക്സിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 6GB റാമും 128 GB സ്റ്റോറേജുമുള്ള വേരിയൻ്റ് ആണ്. ബ്ലാക്ക് കളറാണ്. സോ Redmi Note 11 കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 6.43 ഇഞ്ചിൻ്റെ 90 ഹെർട്സിൻ്റെ AMOLED സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ 50 MP AI ക്യാമറ, അതുപോലെ 5000 mAh ബാറ്ററി, അതുമാത്രമല്ല 33 വാട്ടിൻ്റെ Pro എന്ന് പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻസ് തരുന്ന വേറൊരു ഡിവൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ 680 പ്രോസറാണ് വരുന്നത്. സോ 680 പ്രോസർ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ടാസ്കുകൾക്കും ചെറിയ രീതിയിൽ ഗെയിമിങ് ചെയ്യാനായിട്ടും എല്ലാത്തിനും വളരെ ആപ്റ്റായിട്ടുള്ളൊരു പ്രോസറും കൂടെയാണ്. സോ ഇതാണ് നമ്മുടെ Redmi Note 11. ഈ ഡിവൈസ് നമുക്ക് 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4GB റാമും 64GB ഒരു ബേസ് വേരിയൻറ്റിലാണ് വരുന്നത്. സോ അതിൻ്റെ പ്രൈസ് നമുക്ക് 13,199 റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 6GB റാമും അതേപോലെ 64GB റോമും അതേപോലെ 6GB റാമും 128GB വേരിയൻസുമാണ് ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് MIUI 13 എന്നാൽ റെഡ്മിയുടെ തന്നെ Note 11S ലോഞ്ച് ആകാൻ പോവാണ്. ഏകദേശം Note 11ൻ്റെ തന്നെ സിമിലർ സ്പെസിഫിക്കേഷൻ ആണ്. പക്ഷേ പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G96 ആയിട്ടുള്ള ഗെയിമിംഗ് പ്രോസസ്സറാണ് വരുന്നത്. 108 MP AI ക്വാഡ് ക്യാമറയും അതേപോലെ ലിക്വിഡ് കൂൾ ടെക്നോളജിയൊക്കെ വരുന്ന ഒരു കിഡിലിനായിട്ടുള്ള ഫോണാണ്. സോ അതിൻ്റെ ലോഞ്ചും ഏകദേശം ആവാറായിട്ടുണ്ട്. സോ ഈ ഒരു ഷോറൂമിൽ അതും കൂടെ നമുക്ക് ലോഞ്ച് ആവുന്ന സമയത്ത് അവൈലബിൾ ആവും. സോ നമ്മളോട് ഇപ്പോൾ ഉള്ളത് തൊടുപുഴ ഷവോമി ഷോറൂമിൻ്റെ ഓണറാണ് നൗഫൽ. സോ ഹായ്.
അപ്പോൾ എവിടെയാണ് ആക്ച്വലി ഒരു ഷോറൂം ഉള്ളത്? നമ്മുടെ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ ടൗണിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് പാലാ റൂട്ടിൽ. ഓക്കെ, സോ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് പാലാ റൂട്ടിലാണ് നമ്മുടെ ഷവമി തൊടുപുഴ ഷോറൂം ഉള്ളത്. സോ ആക്ച്വലി ഈ ഷോറൂം നമുക്ക് എന്തൊക്കെ ഡിവൈസാണ് അവൈലബിൾ? നമുക്ക് മീ പ്രൊഡക്ട്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. മീയുടെ ടി വി തൊട്ട് മീ ഫോൺസ്, മീയുടെ എക്കോസിസ്റ്റം പ്രൊഡക്ട്സ് തുടങ്ങിയ ആക്സറീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ടി വി നമുക്ക് 15,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വിശദമായിട്ട് ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് കാണാം. സോ ടി വിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ വേണ്ടത് ഒരു ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ടി വി ആണ്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വേണ്ടത്. സോ നമ്മുടെ മീൻ്റെ ടി വി, സ്മാർട്ട് ടി വി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് 15,000 റുപ്പീസ് തൊട്ടാണ് നമുക്കിവിടെ 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വിസ് അവൈലബിൾ ആയിട്ടുള്ളത്. 15,000 റുപ്പീസ് തൊട്ട് ഏകദേശം 1 lakh അതിന് മുകളിലുള്ള ടി വിസും കൂടി ഉണ്ട്. സോ ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 32 ഇഞ്ചിൽ നിന്നാണ്. സോ 32 ഇഞ്ച് തൊട്ട് നമുക്ക് ഏകദേശം 75 ഇഞ്ച് വരെയുള്ള ടി വിസ് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറിലുള്ളത് ഷവമിയുടെ കുറേ അധികം ഒറിജിനൽ ആക്സറീസ് ആണ്. സോ ഷവമി ആക്സറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പവർ ബാങ്ക്സ് ഉണ്ട്, ചാർജിങ് കേബിൾസ് ഉണ്ട്, MI സ്മാർട്ട് സ്പീക്കർ, അതേപോലെ നമ്മുടെ ഹോം സെക്യൂരിറ്റി ക്യാമറ, ഇയർഫോൺസ്, MI ബാൻഡ്, അതുപോലെ നമുക്ക് ഷവമിയുടെ തന്നെ സൂപ്പർ ബാസ് വയർലെസ് ഹെഡ്ഫോൺസ് ഉണ്ട്, ട്രിമ്മർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഷവമി ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റ് റേഞ്ചിലും കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ മീ ടി വി സ്റ്റിക്ക് വരെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നോർമൽ ടി വി ആണ്, സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ടി വി ആക്കാൻ പറ്റുന്ന മീ ടി വി സ്റ്റിക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ നെക്ക് ബാൻഡുകൾ, അതേപോലെ MI ബോക്സ്, പിന്നെ നമുക്ക് ട്രൂ വയർലെസ് ഇയർഫോൺസ് എന്നിങ്ങനെ കുറേ അധികം ഷവമിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്സറീസും ഈ ഒരു സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ സ്മാർട്ട് ഫോൺസ് കണ്ടു, ഷവമിയുടെ കുറേയധികം ആക്സറീസ് കണ്ടു. ഇനി ഷവമിക്കുള്ള മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷവമിയുടെ ലാപ്ടോപ്പാണ്. സോ ഇത് നമ്മുടെ ഷവമിയുടെ Mi Book 14 ആണ്. സോ Mi Book 14 എന്ന് പറയുന്നത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ഡിസ്പ്ലേ സ്ക്രീനുള്ള, നല്ലൊരു ടാക്ടൈൽ ഫീഡ്ബാക്കുള്ള കീബോർഡുള്ള, എന്നാൽ സ്പെസിഫിക്കേഷൻ വൈസ് യാതൊന്നും കുറയ്ക്കാത്ത വളരെ നല്ലൊരു ലാപ്ടോപ്പും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ തന്നെ പല വേരിയൻസ് ഉണ്ട്. Mi Book ഉണ്ട്, Mi Book Pro ഉണ്ട്, അൾട്ര ഉണ്ട്. സോ ഈ ഡിവൈസുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന നിങ്ങൾ സ്പീക്കറാണെന്ന് വിചാരിക്കുന്നത് MIയുടെ തന്നെ എയർ പ്യൂരിഫയർ ആണ്. സോ ഇതിൻ്റെ പീസ് ഇവിടെ ഡിസ്പ്ലേക്കില്ല, പക്ഷേ ഇതാണ് സാധനം, MIയുടെ എയർ പ്യൂരിഫയർ. അതേപോലെ MIയുടെ RO+ വാട്ടർ പ്യൂരിഫയറും കൂടെ ഇവിടെ ഉണ്ട്. സോ ഇത്തരത്തിലുള്ള അല്ലാണ്ട് വേറെയും കുറച്ച് സാധനങ്ങൾ കിട്ടും, നമുക്ക് അവിടേക്ക് പോകും. സോ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ MIയുടെ പവർ ബാങ്ക് ആണ് ഡിസ്പ്ലേക്ക് വയ്ക്കുന്നത്. പവർ ബാങ്ക് 3i. നമുക്ക് എല്ലാവർക്കും MIയുടെ പവർ ബാങ്ക് വളരെ ഫേമസ് ആയിരിക്കും, കാരണം ഭയങ്കര പോപ്പുലറാണ്. പിന്നെ നമ്മുടെ MI ബാൻഡ് 6, എനിക്ക് വേണമെങ്കിൽ ഞാൻ MI ബാൻഡ് 3 തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. MI ബാൻഡുകൾ എപ്പോഴും നമുക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് തരുന്നൊരു ബാൻഡുമാണ്. സോ ഇത് MI ബാൻഡ് 6. പിന്നെ നമ്മുടെ വീഡിയോസിൽ കണ്ടു കാണും നമ്മുടെ സെക്യൂരിറ്റി ക്യാമറ, പലപ്പോഴും ഞാൻ അലക്സയൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്ന സെക്യൂരിറ്റി ക്യാമറ, ഇതാണ് സാധനം, നമ്മുടെ MI ഹോം സെക്യൂരിറ്റി 360 ക്യാമറ. അപ്പോൾ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ ആണ്. ഇനി ഇതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ട നമ്മുടെ ഫോമിംഗ് ഹാൻഡ് വാഷും കൂടെയാണുള്ളത്. ആൻഡ് ഈവൻ നമ്മുടെ സ്മാർട്ട് സ്പീക്കറാണ്. സോ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പവേർഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കറാണ്. സോ നിങ്ങളുടെ വീട്ടിൽ ഗൂഗിൾ ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഗൂഗിൾ അസിസ്റ്റൻറ്റ് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളെല്ലാം പറയും. പിന്നെ നമ്മുടെ സ്മാർട്ട് വൈഫൈ ബൾബ് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസും ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്മാർട്ട് ബൾബാണുള്ളത്. അതിനുശേഷം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ MIയുടെ കുറച്ച് ബാഗുകളും ആക്സറീസും ഉണ്ട്. റെഡ്മിയുടെ നെക്ക് ബാൻഡ് ഉണ്ട്, അതേപോലെ സൺ ഗ്ലാസസ്. ആൻഡ് കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്, MIക്ക് ഇതേപോലത്തെ ഷൂസും അതേപോലെ കുറേ അധികം എന്താ പറയുക സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് MIയുടെ ഒരു ഷൂസാണ്. ഇത് MIയുടെ സൺ ഗ്ലാസസ് ഉണ്ട്. പിന്നെ താഴെ നമുക്ക് വേറൊരു MIയുടെ ഷൂസ് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിയേർഡ് ട്രിമ്മർ, അതേപോലെ ബ്ലൂടൂത്ത് സ്പീക്കർ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. ആൻഡ് MIയുടെ നമ്മുടെ 4A MI റൗട്ടറും ഉണ്ട്. സോ ഇങ്ങനത്തെ കുറേ അധികം ആക്സറീസും നമുക്ക് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ Redmi Note 11 കണ്ടു. Note 11 മാത്രമല്ല, ഇത് കുറേ അധികം Redmi സ്മാർട്ട് ഫോൺസും ഈ ഒരു ഷോറൂമിലുണ്ട്. ഈ ഇരിക്കുന്നത് Redmi 9A ആണ്. വളരെ എനിക്ക് തോന്നുന്നു ഈ ഷോറൂമിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ വരുന്ന എന്നാൽ നല്ല സ്പെസിഫിക്കേഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ Redmi 9A ഉണ്ട്. പിന്നെ ഇവിടെ Redmiയുടെ Note 10 Pro Max ഉണ്ട്, Redmi 10 Prime, അതേപോലെ Redmiയുടെ Note 10T ഇരിപ്പുണ്ട്, Note 10S ഉണ്ട്, Note 11T ഉണ്ട്. ആൻഡ് നമ്മുടെ ഹൈപ്പർ ചാർജ് 120 വാട്ട്സിൻ്റെ വരുന്ന നമ്മുടെ Note 11iയും നമുക്ക് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡ്മി സീരീസിലുള്ള ഓൾമോസ്റ്റ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള എല്ലാ ഫോണുകളും തന്നെ നമുക്ക് ഈ ഒരു ഷോറൂമിലുണ്ട്. സോ ഇതാണ് നമ്മുടെ തൊടുപുഴ MI എക്സ്ക്ലൂസീവ് ഷോറൂമിലുള്ള സാധനങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു തൊടുപുഴ ഷോറൂമിൻ്റെ ലിങ്ക്, ഈ ഒരു ലൊക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം. സോ നിങ്ങൾക്കും ഇതേപോലത്തെ MI പ്രോഡക്ട്സ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യുക.
സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ MIയുടെ ഷോറൂം ടൂർ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കണ്ട. അതുപോലെ ഈ ഒരു ഷോറൂമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട MIയുടെ പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.